ഓൾമോസ്റ്റ് 2 ആഴ്ചയെങ്കിലായിട്ടുണ്ടാവും നമ്മളിവിടെ വന്നിട്ട്. അതിന്റെ ഒരു ഖേദം പ്രകടിപ്പിക്കാനുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കേട്ടോ. കാരണം നമ്മള് പറയാതെ ഒരു ബ്രേക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അത് സെൽഫ് ടൈം പോലെ നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നല്ല രസമുണ്ടായിരുന്നു അത്. ആക്ച്വലി അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താണ് സെൽഫ് കെയറിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം ഒക്കെ ചെലവാക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടിനകത്തേക്ക് അതിന്റെ ഇതങ്ങ് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ വീടിന്റെ സിറ്റുവേഷൻ ഇപ്പോൾ. പിള്ളേര് രണ്ടുപേരും രാവിലെ സ്കൂളിൽ പോയി, ജോൺകുട്ടീനെ ഡേ കെയറിൽ ഇച്ചായം കൊണ്ടാക്കി, കുഞ്ഞാവേനെ കുളിപ്പീരൊക്കെ കഴിച്ച് ഉടുപ്പൊക്കെ മാറ്റി കിടത്തിയിട്ടുണ്ട്. ഇനി ഒരറ്റത്തുനിന്ന് നമ്മള് ക്ലീനിങ് തുടങ്ങുവാണ്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ്റെ അകത്തുനിന്നൊക്കെ കര കയറുക എന്ന് പറയുന്നത് അല്ല, ഞാൻ തന്നെ ഡയഗ്നോസ് ചെയ്ത് ഞാൻ തന്നെ പറയുന്ന കാര്യം കേട്ടോ. പക്ഷേ സംഭവം ഇതൊന്നുമല്ല. നമുക്കുണ്ടാകുന്ന ഒരു മൂഡ് ഫ്ലക്ച്വേഷൻ, ഒരുപാട് പേര് അതിന് സജഷൻസും സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് DM-ലും കമൻസിലും ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് സെൽഫായിട്ട് നമുക്ക് തന്നെ വർക്കൗട്ട് ആകും എന്ന് തോന്നിയേക്കുന്ന ചില ടിപ്സ് ഉണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുവാണെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ സ്നേഹിച്ച് ഒരു സെൽഫ് കെയർ ഒക്കെ ചെയ്ത്, സെൽഫ് ലവ് എന്ന് പറയുന്ന സാധനം നമ്മളങ്ങ് സെറ്റപ്പ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിഷമിക്കേണ്ട ഒരു ആവശ്യവും വരത്തില്ല. അപ്പം അതിനെ കുറച്ചൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് കുറച്ചൊന്ന് പുഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ തന്നെ പോയി നമ്മൾ നല്ലതായിട്ട് ക്ലീനപ്പ് ഒക്കെ ചെയ്ത് സെറ്റ് ആവുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു വർക്കിംഗ് ക്ലോത്ത്സ്, അതായത് നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ഇടുന്ന പോലത്തെ ഒരു സംഭവം എടുത്തിടുക. അപ്പം നമ്മൾ പോലും അറിയാണ്ട് ഭയങ്കര ഒരു എനർജിയിൽ കാര്യങ്ങളൊക്കെ നടക്കും. നമ്മൾ നേരത്തെയൊക്കെ കേട്ടിട്ടുണ്ട്, അതായത് ഒരു വീടൊക്കെ ഇത്രത്തോളം നശിച്ച് കിടക്കുന്നോടം വരെ നോക്കി നിൽക്കുമോ മനുഷ്യര്, അതങ്ങ് ആകുമ്പോൾ പെട്ടെന്ന് ചെയ്തു കൂടെയെന്നൊക്കെ. പക്ഷേ നമ്മൾ ആ അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഏതൊക്കെ കാര്യത്തിനായിരിക്കണം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിലായിരിക്കണം നമ്മൾ എന്താ പറയുക, നമ്മൾക്ക് ആ ഒരു റുട്ടീനിലോട്ട് കയറി വരാനായിട്ട്. സിമ്പിളാണ്, ടിപ്സ് പറഞ്ഞു തരാൻ എല്ലാവർക്കും ഭയങ്കര ഈസിയാണ്. പക്ഷെ അത് ചെയ്യേണ്ട ആൾക്കാർ നമ്മളാണ്. അത് ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെ അത് സാധിക്കും? അത് സാധിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലൈറ്റ് ആയിട്ടൊരു മോട്ടിവേഷൻ എങ്കിലും എവിടെന്നേലും നമുക്ക് കിട്ടണം എന്നുള്ളൊരു അവസ്ഥ വരും. പക്ഷെ അതങ്ങ് ഡീപ്പായിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കൈവിട്ടു പോയി. അത് പോണേനിപ്പം നമ്മൾ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ കൂടുതൽ വർത്തമാനം പറഞ്ഞ് ചളാക്കുന്നില്ല. വീട്ടിലെ അവസ്ഥ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. ഇനി ഇതെല്ലാം നമ്മളൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കാനുണ്ട്. മെയിനായിട്ടും ഡ്രസ്സുകളൊക്കെ വലിച്ചു വാരി കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നാട്ടിൽ പോകാനുള്ളതുകൊണ്ട് ഇവിടുത്തെ രീതി വെച്ചിട്ട് ഞാനും ബോയ്സും ഉള്ള ആദ്യം പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ ഡ്രസ്സുകൾ ആദ്യം എടുത്ത് പാക്ക് ചെയ്ത് കുറച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ മാളും ചക്കിയും പപ്പയുടെ കൂട്ടത്തിലാണ് പോകുന്നത്. പക്ഷെ അവർ അഡ്വാൻസ് ആയിട്ട് മമ്മ ഉള്ളപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സ് കൂടി എടുത്തു വെക്കാവോ, പപ്പയുടെ തന്നെ കൂട്ടത്തിൽ പാക്കിങ് ഒരു ഇച്ചിരി റിസ്ക് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവരുടെ ഡ്രസ്സ് കൂടെ വാരിക്കൊണ്ടേ ഇവിടെ വെച്ചേക്കുവാണ്. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ തകർന്ന ആ ഒരു കംഫർട്ട് എന്താ പറയാ, അങ്ങനെ ആയിട്ടിരിക്കുകയാണ്. ഇനി അതെല്ലാം നമുക്കൊന്ന് ഓർഡർ ആക്കി എടുക്കണം. എല്ലാം മനസ്സിലാകണ്ടോ? നമ്മള് കൂലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കളിച്ച് കിടക്കുവാണോ? നമുക്ക് പോകാം, ആദ്യം നടന്നിട്ട് വരാം. യെസ്, വരൂ, നമുക്ക് നടക്കാൻ പോവാം. മുമ്പ് നമുക്കൊന്ന് നടന്നിട്ട് വരാം കേട്ടോ. നടക്കാൻ പോവാം. ചേച്ചി ചേട്ടനും വരുമ്പോഴേക്കും നമുക്ക് നടക്കാൻ പോവാം. ചേച്ചിമാര് വരുമ്പോ ചേച്ചിമാർക്ക് ഇഡ്ഡലി ഉണ്ടാക്കി വെക്കുന്നുണ്ട്, അവരുടെ ദൊഡ്ഡലി. പോവാം, അച്ചോടി. തണുപ്പില്ല കേട്ടോ, ചൂടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ വെയിലുള്ളപ്പം എന്തൊരു വെയിലാന്ന് സത്യം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെയിൽ വേണം, പക്ഷെ ഇത്ര കട്ടിക്ക് വേണ്ട. ഇത് ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മൾ ഗ്ലാസ് വെക്കാതെ ഷെയ്ഡ്സ് വെക്കാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല പുറത്തൊക്കെ പോകുമ്പോൾ. അപ്പം നമുക്ക് റിട്ടേൺ കൊടുത്തിട്ട് വരികയും ചെയ്യാം. നടത്തവുമായി കരിഞ്ഞ മണം വരുന്നുണ്ടോ? അതെ, എന്താ ചെയ്യാ? ഇതിൻ്റെ അടി കയറുമോ? മൊത്തം പച്ചപ്പൊക്കെ ആകാൻ തുടങ്ങുവാണ്. വീഡിയോ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 2 ആഴ്ച കഴിഞ്ഞു. മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഇത്രയും റെഗുലറായിട്ട് ഇങ്ങനെ നമ്മൾ വീഡിയോ ചെയ്ത് വരാറില്ലായിരുന്നു. പിന്നെ ഒരു ഇടയ്ക്ക് ഫുള്ള് നമുക്ക് കുറേ ഫ്രീ ടൈം ഒക്കെ കിട്ടിക്കഴിയുമ്പോഴേ നമ്മൾ ചെയ്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് കുറേ കാര്യങ്ങൾ ചെയ്ത് അതൊരു നല്ലൊരു കൺസിസ്റ്റൻസിയിൽ അതായത് ഇങ്ങനെ വരുമായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഫാമിലിക്കാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഓൺ ലൈഫിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ എന്താ പറയുക, എന്താണ് അതിനെക്കുറിച്ച് ഞാൻ എന്നെ പറയാനുള്ളത്? നമ്മൾ ഡിപ്പെൻഡ്, നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരു പക്ഷേ ക്യാമറ എടുത്ത് കഴിയുമ്പോഴേക്കും നമുക്കത് അങ്ങനെ
ആ ഒരു ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റാൻ ചില സമയത്ത് പറ്റാറില്ല. എന്നാൽ അപൂർവം ചില സമയങ്ങളിൽ അത് പറ്റാറുമുണ്ട്. അതായത് മാളും ചക്കിയും ജോണിക്കുട്ടിയും ഒക്കെ ചെറുതായിരുന്നപ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു. അതായത് ഞാൻ വിചാരിച്ചെന്താണ്, അവരത്രയും വലുതായപ്പോൾ കുഞ്ഞുവാവ് വന്നു കഴിയുമ്പോൾ കുറച്ച് നല്ല രസമാണ്, അവർ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് സ്ട്രെസ്സ്, അതായത് മെൻ്റലി ഉള്ള ഇത് കൂടുന്നുണ്ട്. കാരണം 4 പേരെയും ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ അപ്രോച്ച് ചെയ്യണം. അവർ വലിയ പിള്ളേരാകുമ്പം അതിൻ്റെ രീതിയിൽ അവരുടെ ഇമ്പോർട്ടൻസ് ഞാൻ കൺസിഡർ ചെയ്യണം, കൊച്ചിന് കൊടുക്കേണ്ട ഇത് കൊടുക്കണം. അപ്പം ഇതെല്ലാം കൂടി ഒരു സ്ട്രഗിളിനകത്തോടെ പോയി കഴിഞ്ഞിട്ട് കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് ചില നേരത്ത് ഞാൻ എന്നെ ഇത് ചെയ്യുന്ന പോലെയൊക്കെ. പക്ഷേ അത് പിന്നെ അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളതിനെക്കുറിച്ചൊന്ന് അല്ലേ ഒന്ന് വാലിഡേറ്റ് ചെയ്ത്, ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം ഇച്ചായം തിരക്കാണെങ്കിൽ ചിലപ്പോൾ ഞാൻ തന്നെ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യേണ്ട അവസ്ഥ വരുവാണ്. അപ്പം ദൈവം അനുഗ്രഹിച്ച് മെൻ്റൽ ക്ലിയറൻസ് അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് ഭയങ്കര വീക്ക് അല്ലാത്തത് കൊണ്ട് എനിക്കത് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ എന്താണെങ്കിലും കുഞ്ഞുവാവേനെ ഇനി ഇച്ചിരി 10 മാസം ഞാനും വയറ്റിൽ കൊണ്ട് നടന്നു. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നടക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ ഞാനാണ് തള്ളുന്നത്. ഇപ്പോൾ തന്നെ ഇച്ചായൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ട് കുഞ്ഞാവേനെ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്, എങ്ങനെയുണ്ട് ബേബീനെ തള്ളിക്കൊണ്ട് നടക്കുമ്പോൾ? ഇത് ഫസ്റ്റ് ടൈം ഒന്നുമല്ലല്ലോ, കുറേ പ്രാവശ്യം ആയിട്ടുള്ളതല്ലേ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും ഭയങ്കര തിരക്കൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു മടുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. അതായത് നേരത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും തിരക്ക് നമുക്ക് ഫീൽ ചെയ്യാറില്ലായിരുന്നു, എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ നമുക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കാര്യം ചിക്കു ഫുൾ ടൈം വീട്ടിലാണ്, വീട്ടിലെ കാര്യങ്ങളുണ്ട്, പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോഴേക്കും ചുക്ക് മടുക്കുന്നു. ഞാനാണെങ്കിൽ ജോലി, ക്ലാസ്, പിന്നെ ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സ്ട്രെസ്സ് ഭയങ്കര കൂടുതലാണ്. അത് മനഃപൂർവ്വം വരുന്നതല്ല. അതുപോലെ ഒരുപക്ഷെ സ്ത്രീകൾക്ക് ഡെലിവറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പോലെ മാനസികാവസ്ഥ തന്നെ പുരുഷന്മാർക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? എനിക്കത് തോന്നുന്നു. അതിനോട് ഫുള്ള് ഞാൻ അഗ്രി ചെയ്യത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നെ സംബന്ധിച്ച് രാവിലെ ചുക്കാൻ അറിയാലോ, രാവിലെ എണീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീൽ കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം അടിപൊളിയായിരിക്കും. അതായത് അത് കാണുന്ന കുറച്ച് കാര്യങ്ങൾ, വീടിനകത്തുള്ള കാര്യങ്ങളും നമ്മളൊരു കുറച്ച് ഭയങ്കര നീറ്റായിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും അന്ന് ദിവസം. നമ്മൾ ഈ പർച്ചേസിങ് തുടങ്ങിയിട്ട് കുറേ നാളായി. നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ആണല്ലോ നടത്തുന്നത്. ഈ സാധനം വരുന്നു, നമുക്ക് ചേരാത്ത നമ്മൾ റിട്ടേൺ അയക്കുന്നു, കുറച്ച് പേരെ കിട്ടി. അതായത് പണി എളുപ്പമാകുമെന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ കടയിൽ പോകാതെ ഇത് തുടങ്ങിയത്. ഇത് വരുന്നു, ഇട്ട് നോക്കുന്നു, പാകാവുന്നില്ല, റിട്ടേൺ വിടുന്നു, വരുന്നു, ഇട്ട് നോക്കുന്നു, വരുന്നു, കുറച്ച് മാത്രം എടുക്കുന്നു, അല്ലേ? അതെ, നാട്ടിൽ ചെന്നിട്ട് നമുക്കിതൊന്നും പോസിബിൾ ആവത്തില്ല. അപ്പോൾ നാട്ടിൽ പോകാനുള്ള തിരക്കുകൾ, അതായത് ഇപ്പോൾ ചുക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ ചുക്ക് നാട്ടിൽ പോകും, ടൈറ്റ് ഡ്യൂട്ടി ചെയ്യണം. കാശിന് നമുക്ക് എന്തായാലും ജോലിക്ക് സിക്ക് എടുക്കാൻ പറ്റത്തില്ല, ലീവ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. പിന്നെ പിള്ളേരും രാവിലെ തൊട്ട് പിള്ളേർ തിരക്ക്, പിള്ളേർക്ക് കുറേ എക്സാമുകൾ കാര്യങ്ങളുണ്ടായിരുന്നു, സ്കൂളും എക്സാമും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വൈകിട്ട് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ വയ്യാണ്ടായിരിക്കും, പെട്ടെന്ന് റിലാക്സ് ചെയ്ത് കിടക്കും. പിന്നെ വീഡിയോ എടുക്കണമെന്നുള്ള മൂഡ് നമുക്ക് വരുന്നില്ല. പിന്നെ ഈ കഴിഞ്ഞ 2 ആഴ്ച ചേരും അത്യാവശ്യം തിരക്കായിരുന്നു, അല്ലേ? ഹെൽസിംഗിയിൽ എന്തോ ഇവര് ഒരു ദിവസം ഹെൽസിംഗിക്ക് പോയി. ഇതെല്ലാം ഓടിപ്പടിച്ച് പോകുന്നു. പിന്നെ അതിന്റെ ക്ഷീണം 2 ദിവസം വന്നു കഴിഞ്ഞിട്ട് 2-3 ദിവസം അതിന്റെ ക്ഷീണം. അതിന്റെ തലയാഴ്ചയിൽ എന്തിനായിരുന്നു? അത് വേറെ ഇതിന് പോയതായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ തിരക്കോട് കൂടിയിട്ട് കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് വീഡിയോയ്ക്കുള്ള പ്രയോറിറ്റി ഇച്ചിരി കുറഞ്ഞു. നമ്മളിത് കാര്യമായിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഒരുപാട് സ്നേഹമുള്ള ആൾക്കാർ ഭയങ്കര കൺസേൺ ആയിട്ട് നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ, അല്ലേ? അപ്പോഴാണ് നമ്മൾ ചിന്തിക്കണം, അയ്യോ അപ്പം ചെയ്യണമല്ലോ. മറ്റേ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളൊരു വീഡിയോ ഒക്കെ ഇടാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ആഴ്ചയായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഇത് എനിക്ക് തോന്നുന്നു 1-2 തവണയൊക്കെ നമ്മളിങ്ങനെ എടുക്കാൻ ശ്രമിക്കും. പിന്നെ അതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ നമ്മളത് ഡ്രോപ്പ് ചെയ്തിട്ട് അതിന്റെ പുറകെ പോകും. അപ്പൊ എന്റെ പൊന്നെ എന്ത് രസാലേ, അങ്ങോട്ട് നോക്കിയേ, പച്ചപ്പൊക്കെയായി വരുന്നുള്ളൂ കേട്ടോ. കുറച്ചുകൂടെ പച്ചപ്പാകാനുണ്ട്. അതെ, ഭയങ്കര രസം കേട്ടോ. ഈ സ്ഥലം ഓർക്കുന്നുണ്ടോ? അതായത് നമ്മൾ ഔറോറ ലൈറ്റ് കാണാനായിട്ട് പറന്നു വന്ന രാത്രിയിൽ ആകാശത്ത് ഇപ്പൊ നല്ല നീലാകാശമായിട്ട് തെളിഞ്ഞു നിൽപ്പുണ്ടേ. ചെറിയൊരു കുഞ്ഞു തണുപ്പുണ്ട്. നമ്മള് ചെറിയ ഊട്ടിയിലൊക്കെ ഉള്ള പോലത്തെ ഡേ ടൈമിലുള്ള പോലത്തെ തണുപ്പില്ലേ, വിന്ററിലെ. അതെ അതെ. വെള്ളത്തിന് നല്ല ഐസ് ഉണ്ടായിരുന്ന എല്ലാം മെൽറ്റ് ആയിട്ടോ. മറ്റേ ഇന്നാളെ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഐസൊക്കെ കിടക്കുന്നുണ്ടായിരുന്നല്ലോ, നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഭയങ്കര രസമായിട്ടുണ്ട്. മീനുണ്ട് കണ്ടോ? അപ്പൊ ഇതില് മീനുണ്ടെങ്കിൽ പിന്നെ ഈ വെള്ളം ടോക്സിക് ആണെന്ന് ആൾക്കാർ പറയുന്നത് ഏതാ ചെയ്യാ മീന്? അതല്ലേ? അതെ. ഓ, ഒരു കല്ലെടുത്തിട്ട് അവ നീന്തി പോവായിരിക്കും. അതെന്നാ മീനാന്നത്? അഹ്വനാണോ? എഡയാണത്? നമ്മൾ ഈ പല ലാംഗ്വേജ് സംസാരിക്കുന്ന കൺട്രി ആയതുകൊണ്ട് അതുകൊണ്ട് നേരെ ഒന്നും സംസാരിക്കത്തില്ല, നേരെ മലയാളം സംസാരിക്കത്തില്ല. സത്യം വർത്തമാനം പറയണേ, എന്നോട് തക്കുട് പറയണേ, എന്നാ പറയുവാ?
പോകാൻ വേണ്ടിയിട്ട് ആദ്യം ഒരുക്കത്തിന് വേണ്ടി ചിക്കു മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. ഉടുപ്പം കിട്ടാത്തതിന്റെ വിഷമം മുടി സെറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതൊരു വാഷ് കഴിയുമ്പോഴേക്കും പോകും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഇത് പാക്ക് ചെയ്യൽ ഇതെല്ലാം കൂടെ വന്ന് കഴിയുമ്പോഴേക്കും ഒന്നും ഓർഡർ ആവുന്നില്ല. നമ്മുടെ വീടിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് ആട്ടോ. ഇത് ഒത്തിരി വലിയ സൂപ്പർ മാർക്കറ്റ് ഒന്നുമല്ല, ഇത്രയേ ഉള്ളൂ ഇത് ആകെ. അപ്പോൾ നമ്മൾ പഴമൊക്കെ മേടിക്കാൻ വരുമ്പം ഇതിപ്പം കിലോയ്ക്ക് 2.49 അതിൻ്റെ പ്രൈസ്. പക്ഷേ ഇവരിതുപോലെ നല്ലതായിട്ട് പഴുത്ത പഴങ്ങൾ അവരിങ്ങനെ റാപ്പ് ചെയ്ത് പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം കിലോയ്ക്ക് ഇത് €1.10 2 കിലോ ഉണ്ട് ഇത്. അപ്പം ഇത് ഓൾമോസ്റ്റ് പഴുത്തതായതുകൊണ്ടാണ് അവരിങ്ങനെ മോശമായി പോകുന്നതിന് മുമ്പ്, അഴുക്കായി പോകുന്നതിനിപ്പുറം വിറ്റ് പോകാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പാക്ക് ആയിട്ട് വയ്ക്കും. അപ്പം നമുക്ക് വേണ്ടതും നല്ല പഴുത്ത പഴമാണല്ലോ, അപ്പോൾ ഇത് എടുക്കുവാണെങ്കിൽ ലാഭമാണ്. ചിക്കുവിന് ഒരു ദിവസത്തെ നമ്മുടെ സന്തോഷം മെയിനായിട്ട് നിയന്ത്രിക്കുന്നത് എന്ത് കാരണമായിരിക്കും? നമുക്ക് പല പല കാരണങ്ങൾ. രാവിലെ എണീക്കുന്നതിന് നമ്മുടെ ഒരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലാണ് അത്യാവശ്യം ഓക്കെ ആവും? എനിക്ക് എഴുന്നേറ്റ് വരുന്നത് അടുക്കള ക്ലീൻ ആണെങ്കിൽ ഞാൻ ഹാപ്പിയാ. എനിക്ക് ബാക്കി എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ അടുക്കള തകർന്നു കിടക്കുവാണെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ എനർജി മുഴുവൻ അവിടെ അങ്ങ് ഡ്രെയിൻഡ് ആയിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടായിരിക്കും. അതൊരു കാര്യമുണ്ട്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ കൂടുതലും മറ്റുള്ളവരുടെ മൂഡിനെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്യാതെ നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് ഹാപ്പി ആകാൻ പറ്റുമെന്നുണ്ടെങ്കിലേ, അതായത് ഇപ്പം മൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും പാട്ട് കേട്ട് അങ്ങനെയൊക്കെ. ഒന്നും പൊന്നോരോ കരയണെന്തിനാടി, അണ്ട് തക്കരപ്പൊന്നും കരയണെന്തിനാ, അമ്മ എടുക്കാലോ. ആ കൊട്ടയ്ക്കകത്ത് കിടന്നു പോന്നിട്ടേ ഉള്ളൂ. ഇങ്ങനെ കയ്യിലിരുന്ന് നേച്ചർ കാണുന്നത് ഇത് ആദ്യമായിട്ടാ അല്ലേ? സമ്മറിലല്ലേ? സമ്മറിൽ ഫസ്റ്റ് ആയി വരുന്നതേ ഉള്ളൂ. മറ്റു അവൻ എപ്പോഴും ഒന്നുകിലും ഉറങ്ങുമായിരിക്കും, അല്ലെങ്കിൽ ആ കൊട്ടയെ കിടത്തിയിട്ടല്ലേ നമ്മൾ പോയേക്കുന്നതൊക്കെ, വണ്ടിക്കകത്ത് ഇരുന്ന് അല്ലേ. നടക്കാൻ വന്നാലും ഇവൻ അതിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും, അല്ലെങ്കിൽ വെറുതെ കിടക്കുമായിരിക്കും. ഇങ്ങനെ കയ്യിൽ എടുത്തു പിടിച്ച് കാഴ്ചകൾ കാണിക്കാൻ പാകത്തിനുള്ളത് ഇത് ഫസ്റ്റ് ടൈമാ അല്ലേടാ? അല്ലേടാ? ചേട്ടായി വന്നു കഴിയുമ്പോൾ കയ്യൊക്കെ കഴുകിയിട്ട് ആദ്യമേ ചെയ്യണത് ബേബീനെടുക്കലാണ്. നമ്മളിന്ന് മടി പിടിച്ച ദിവസമാണ്. ചക്കി സ്കൂളിൽ പോയിട്ട് വന്നു. എങ്ങനെയായിരുന്നു ചക്കി സ്കൂളൊക്കെ? നല്ലതായിരുന്നോ? ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ സ്കൂളുള്ളൂ? ആണോ? നമ്മുടെ വീട് എങ്ങനെ കിടക്കുന്നത് ഇപ്പേ? നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇതിന് നേരെ അയക്കുന്നത്? എങ്ങനെയാണ് പുതിയ സ്കൂള് കാണാൻ പോണ ദിവസം അല്ലേ? കാണാൻ പോണ ദിവസമാണ്. ജോണിക്കുട്ടി വന്നു, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോവാണ് ഓഗസ്റ്റ് മുതൽ. അപ്പം ജോണിക്കുട്ടീനെ ഇന്ന് നമ്മൾ അവിടെ കൊണ്ടുപോയി പരിചയപ്പെടുത്താൻ പോകുന്നു അല്ലേ? ജോണിക്കുട്ടി മാത്രമല്ല, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോകുന്ന എല്ലാ പിള്ളേരും ഉണ്ടാവും. നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചല്ലേ ചക്കി ഇന്ന് വീട് ക്ലീൻ ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ വീട്ടില് ഈ വീട് വൃത്തിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അവരവരുടെ പാർട്ട് ചെയ്താൽ മാത്രമാണ് വൃത്തി എന്ന് പറഞ്ഞു കഴിയുമ്പം വൃത്തിയാണ്. അതായത് നമ്മൾ തുടച്ചിടാറുണ്ട് എല്ലാം. പക്ഷെ എന്നാലും അൽക്കുലത്തായിട്ട് കിടക്കുക എന്ന് പറയില്ല, ഒരു ഡിസോർഡർ ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ കെട്ടിനും കെട്ടികളും മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്നവിടുത്തെ എല്ലാം നല്ല വെച്ചുകൊടുത്തിരിക്കുക. ആഴ്ചയിൽ 1-2 ഒക്കെ മാത്രം ചെയ്താൽ മതിയായിരുന്നു. പിന്നെ ഒരാളായപ്പോഴും കുറെയൊക്കെ കൺട്രോളിലായിരുന്നു. 2 ആളായി കഴിയുമ്പോഴേക്കും ഇച്ചിരി അയ്യാൻ തുടങ്ങി. 3 ആളായി കഴിയുമ്പോഴേക്കും കുറച്ച് നാളെടുത്തു തിരിച്ചാ ഒരു ഓർഡറിലോട്ട് വരാനായിട്ട് അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 4ാമത്തെ ആള് വന്നപ്പോ നാലാമത്തെ വരുമ്പോ നമ്മൾ എല്ലാരും കൂടെ ഇനി ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് തിരിച്ച് പഴയ പോലെ എത്തണം. എപ്പോഴും ഒരു മെസ്സായിട്ട് കിടന്നാ മതിയോ? നല്ല വൃത്തിക്കും വരയ്ക്കും ജീവിക്കണം നമുക്കില്ലേ ആഗ്രഹം. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജോണിക്കുട്ടി ചെയ്യേണ്ട പാട്ട് ജോണിക്കുട്ടി ചെയ്യണം. പണ്ടാണെങ്കിൽ അവിടെ ഉറുമ്പില്ലേനോ, അവിടെ ഉറുമ്പില്ലേനോ, അവിടെ ക്ലീൻ ആ സ്റ്റിൽ. പക്ഷെ അവിടെ ഉറുമ്പുകളുണ്ട്. അത് ഫില്ലിന്റെ അകത്തില്ലാന്ന് മാത്രമല്ലേ ഉള്ളൂ, അകത്ത് എല്ലുന്നേ ഉള്ളൂ. പക്ഷെ ഇത് തുറന്നിട്ട് ഇതിനകത്ത് കയറി വരും. അപ്പം സ്പൈഡർ ഒരു ഭാഷ വന്നാണ്. ഈച്ച, സ്പൈഡർ, ഉറുമ്പ്, പാറ്റ, പല്ലി, ഇതൊക്കെ ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ നാട്ടില് വീട്ടിലെ ആൾക്കാരുടെ കൂട്ടത്തില് നമ്മൾ വളർത്തണല്ല, പക്ഷെ അവർ കൂട്ടത്തിൽ വളരണതാ. ഓക്കെ, ഇപ്രാവശ്യം അതൊക്കെ കാണാം വരുമ്പോ. ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ വെച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മള് ഡെയിലി ചെയ്യണം. വീഡിയോ ഉണ്ടാക്കിയിട്ട് നമ്മൾ തിരക്കായി കഴിയുമ്പോഴേക്കും വീഡിയോ എടുക്കാൻ തോന്നില്ല. തിരക്കൊന്നും ഇല്ലായിരുന്നു അല്ലേ? ഇല്ലായിരുന്നു. നാളെ ഭയങ്കരമായിട്ട് തിരക്കാക്കും. നാളെ ഫുൾ ഡേ ഒരു ബ്രേക്ക് എടുക്കാതെ ഫുൾ പുറത്താ. ഞാൻ സ്കൂളിൽ നിന്ന് ജോണിക്കുട്ടിയുടെ പ്രീ സ്കൂളിൽ നിന്ന് ജോണിക്കുട്ടിനെ സൈക്കിൾ കൊണ്ട് പുറത്ത് കൊണ്ടുപോവാണ്. പിന്നെ അവിടുന്ന് പുറത്ത് ഫുഡ് കഴിക്കണം അല്ലേ? പുറത്താ ഫുഡ് തിന്ന. പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോ
ഇവിടെയുള്ള ഒരു മൂവിയുടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പാത്രം എടുത്തോണ്ട് പോണ, പിന്നെ ഒരു സ്പൂണ്, സ്പൂൺ എടുത്തോണ്ട് പോകണം. അപ്പൊ ജോണിക്കുട്ടി ബോട്ടിലും ഒരു കുഞ്ഞ് സ്നാക്ക്. ഈ ക്യാൻഡി കൊണ്ടുപോകാൻ പറ്റില്ല, പക്ഷെ ഒരു ബിസ്ക്കറ്റ് അതോ ഇവിടെ പക്ഷെ ബിസ്ക്കറ്റ് എടുക്കാൻ പറ്റും. അതോ കുക്കീസ് മറ്റേ ഇതല്ലാത്ത ടൈപ്പ് ഓട്സിന്റെ കൂട്ട്. അങ്ങനെ ജോണിക്കുട്ടി നാട്ടിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ലോ, ഒരാഴ്ച കൂടെ ഉള്ളൂ ജോണിക്കുട്ടി നാട്ടിൽ പോകാൻ വേണ്ടിട്ട്. പേടി മാറി ജോൺകുട്ടിയുടെ. അവന് ഭയങ്കര പേടിയായിരുന്നു നാട്ടിൽ പോകാൻ. പിള്ളേരെ പിടുത്തക്കാരുണ്ട്, പിന്നെ എന്തൊക്കെയായിരുന്നു പേടി, യുദ്ധം വരുന്നു. എന്നൊക്കെ പേടിയായിരുന്നു കണ്ടുപിടിച്ചിരിക്കണോ? എന്നൊക്കെ പേടിയായിരുന്നു ജോൺകുട്ടി. യുദ്ധം വരും, ഈ കൊച്ചിലെ പിടിച്ചോണ്ട് പോകും, അതോ പിള്ളേരെ പിടുത്തക്കാരും വരും. അങ്ങനെയൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട കേട്ടോ. അമ്മേനെ പിടിച്ചോണ്ട് പോയിട്ടാ നിങ്ങളെ പിടിച്ചോണ്ട് പോകുള്ളൂ. അമ്മേനെ പിടിച്ചോണ്ട് പോകാത്തോടത്തോളം കാലത്ത് നിങ്ങളെ പിടിച്ചോണ്ട് പോകത്തില്ല. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മൾ ഓരോരോ പണികൾ തുടങ്ങുകയാണ്. ഇന്ന് ഇത്ര സമയം എത്രയെന്ന് അറിയോ? 1:30 ഒന്ന് പുറത്ത് നടക്കാനായി ഒന്ന് പോയി. അത് അല്ല, അത് നമ്മൾ കാണിച്ചല്ലോ. നടന്ന് വന്നു കഴിഞ്ഞിട്ട് അധിക സമയം എടുത്തില്ല. അപ്പോഴേക്കും പിന്നെ ജോണിക്കുട്ടിനെ വിളിച്ചോണ്ടോ. ഇന്ന് ജോണിക്കുട്ടി നേരത്തെ കൊണ്ടുവന്നു. കാരണം ജോണിക്കുട്ടി 6 മണിക്ക് സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ കൊണ്ടുവന്നു. അതുപോലെ ഇനിയിപ്പം മാളു ഇനി ഉടനെ വരും. അപ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് വീട് കാണിച്ചു തരാം. ഇപ്പോഴത്തെ വീടിന്റെ അവസ്ഥ എങ്ങനെയാന്ന് നോക്കണം. കാരണം ഇതെല്ലാ വീടുകളിലും ഇങ്ങനെയാണല്ലോ. നമ്മളെപ്പോഴും അതായത് ആദ്യമായിട്ടാണ് ഇത്രത്തോളം ഇതായിട്ട് കിടക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരാഴ്ച ഒന്നും പറയണ്ട. ചേം പോയി കഴിഞ്ഞിട്ട് ഹെൽസിങ്കി പോയേക്കുമായിരുന്നു, തന്നെയായിരുന്നു, പിള്ളേർക്ക് ലീവായിരുന്നു. അപ്പം എല്ലാം കൂടെ ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മുടെ വീടിന്റെ പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇരിക്കുന്ന സാധനങ്ങൾ അതാത് സ്ഥലത്ത് തന്നെ വെക്കുകയും അല്ലേ. അതാണ് നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി. ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വെച്ചേക്കുന്നു. അൽക്കുലത്തിന്റെ മാരകമായ രൂപം അല്ലെ ചെക്കു? പുറത്ത് പച്ചപ്പൊക്കെ ആയി തുടങ്ങി കേട്ടോ. ഇനിയിപ്പോ പുറത്തൊന്ന് ക്ലീൻ ചെയ്യണം. നാട്ടിൽ പോകുന്നതിന് മുമ്പ് പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പോകണം. ടെൻഷൻ നമ്മുടെ കിളിക്കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും, കിളിക്കുഞ്ഞുങ്ങളെ ആരെ ഏൽപ്പിക്കും, അതൊരു ടെൻഷൻ. പിന്നെ മീന് പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് ഫീഡർ വെച്ചേക്കുന്നോണ്ട് ഒരു ദിവസം അത് നമ്മൾ ഫില്ല് ചെയ്തിട്ടാ പോകുന്നത്. അപ്പം 3 തവണയാണ് ഒരു ദിവസത്തിൽ 3 നേരം അത് കറങ്ങിക്കോളും. അപ്പം മീനുകൾ എന്തായാലും പട്ടിണി ആവത്തില്ല. പിന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. കാരണം ഫുൾ ടൈം ഓൺ ആയിട്ട് കിടക്കുമ്പോൾ അവർക്ക് സ്ട്രെസ് കൂടും. നമ്മുടെ വീടിന്റെ താക്കോല് നമ്മുടെ നെയ്ബറിന്റെ കയ്യിലാണ് കൊടുക്കുന്നത്. പക്ഷെ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കാനും. അവരും അലർജി ഉള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് ഈ കിളിയുടെ കാര്യത്തിൽ അറിയത്തില്ല എന്നാ ചെയ്യുന്നല്ലേ. അപ്പൊ അത് അപ്പൊ അതാകുമ്പോ അവര് പെട്ടെന്ന് വരാനൊക്കെ എളുപ്പമുണ്ട്. മാളിന്റെ കൂടുതൽ ചക്കനും കൊളുത്തി പിടിക്കുന്ന കൊച്ചിന്റെ കൂട്ടുകാരിയുടെ മമ്മിയോടാണ് നമ്മൾ ചോദിക്കാനിരിക്കുന്നത്. അങ്ങനെ ചക്കിയുടെ റൂം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങി. ചക്കി വന്നോളൂ, സ്കൂളിൽ പോയിട്ട്. ഹോംവർക്ക് ഉണ്ടോ ചക്കി? ഉണ്ട്. അപ്പം ചക്കിയുടെ പരിപാടി തുടങ്ങുന്നു. ചക്കി ആ സൈഡിൽ തുടങ്ങുന്നു. നമ്മൾ വാചം അടിച്ചോണ്ടിരിക്കുകയാണല്ലോ ചിക്കു. കൊച്ചിന്റെ പരിപാടികൾ തുടങ്ങി. ജോണിക്കുട്ടി റൂം സാരമില്ല, നമ്മൾ ഇന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് കാണിക്കാലോ. ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഓക്കെ, ജോണിക്കുട്ടിയുടെ റൂമിലാണെങ്കിൽ പെട്ടികളൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഉള്ള സത്യം പറയാ. ആക്ച്വലി വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇതങ്ങ് നശിപ്പിച്ചിട്ടതാണ്. ഞങ്ങൾ ഇങ്ങനെയല്ല, ഞങ്ങൾ ഭയങ്കര ക്ലീൻ അല്ലേ ജോണിക്കുട്ടി? നമ്മൾ എപ്പോഴും നല്ല നീറ്റ് ആയിട്ടല്ലേ വെക്കുന്നത്. അത് വലിയ തവണയല്ലേ? അത് വലിയ തവണയല്ലേ? ഇടയ്ക്ക് ഇങ്ങനെ. അപ്പൊ ജോണിക്കുട്ടിയുടെ റൂം കാണിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പാക്കിംഗ് ആണ്. പക്ഷെ എന്റെ ഡ്രസ്സുകൾ അത് അടിച്ചാൽ മതി. ജോണിക്കുട്ടി രാവിലെ പോയപ്പോ എല്ലാം വലിച്ചു വരെ ഇട്ടിട്ട് പോയോ? പപ്പയൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല. എന്നാ ചേക്ക് പറഞ്ഞേ? അല്ല, ഞാൻ പറയായിരുന്നേ എല്ലാം ഇങ്ങനെ വലിച്ച്. അതായത് ചിക്കുവിന്റെ ബാഗുകൾ കൊണ്ടാവാൻ വേണ്ടിട്ട് 2 ബാഗുണ്ട്. അതിനകത്ത് സാധനങ്ങളൊക്കെ ഒന്ന് പൊക്കിക്കേ ചിക്കു. അത് പൊക്കി കഴിഞ്ഞാൽ ഈ സൈഡില് 2 പാർട്ടിലായിട്ടാണ് മടക്കി വെച്ചത്. ഇപ്പൊ ഒരു സൈഡ് പൊക്കി കഴിഞ്ഞാൽ അത് മുഴുവനും ഇതാവും. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി എന്നാലും എല്ലാം പാക്ക് ചെയ്തോണ്ട് കംപ്ലീറ്റ് ആയില്ല, ചെയ്തോണ്ടിരിക്കുന്നു. ആദ്യം ചിക്കു പോകുന്നതുകൊണ്ട് ചിക്കുവിനെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതുവരെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പം ഹാൻഡ് ബാഗ് നമ്മൾ എടുക്കുന്നില്ല. പകരം ഇതുപോലത്തെ ഈ സംഭവത്തിൽ നമ്മൾ ബേബിക്ക് വേണ്ടിയ സംഭവം, ജോണിക്കുട്ടിക്ക് വേണ്ടിയ സംഭവം ഇതിൽ വെക്കാന്ന് വിചാരിച്ചു. അപ്പം കാരണം ബേബീനെ ഞാൻ വിചാരിച്ചു നമ്മളിങ്ങനെ കഴുത്തേല് ബാഗ് ഇട്ട് അങ്ങനെ കങ്കാരു ബാഗിൽ കൊണ്ടുപോകാന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. അപ്പം എന്റെ കയ്യില് ബേബി ഉണ്ടാവും. പിന്നെ ഈ ഇതും കൂടെ എടുക്കാമെന്ന് എഴുതിക്കൊണ്ടിരിക്കണം അല്ലേ. പിന്നെ ഒരു മണി പേഴ്സും കാണും, ഫോണും സംഭവം, പാസ്പോർട്ടൊക്കെ വെക്കാനായിട്ട് ഒരു പാസ്പോർട്ട്. ആണോ? എല്ലാ ബാഗും പിടിക്കാന്നൊക്കെയാ പറയുന്നത്.
ജോണിക്കുട്ടി ബാഗും ജോണിക്കുട്ടിയും ബേബി ഇതെല്ലാം ഞാൻ എടുക്കണമെന്നും തമ്പുരാൻ അറിയാം. പക്ഷെ ചിക്കുവിനെ ഞാൻ ഹെൽസിങ്കി വരെ കൊണ്ടുപോയി വിടുന്നുണ്ട്. അപ്പം അവിടുന്ന് പിന്നെ ചെക്കിൻ ചെയ്ത് ചിക്കൻ കയറി പോയിക്കോളും. പിന്നെ കൊച്ചി വന്നു കഴിയുമ്പോഴേക്കും ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവും അല്ലേ? നോക്കാം, നമുക്ക് ആലോചിക്കാം. കാരണം ഞങ്ങൾ തന്നെ പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തന്നെ പോകാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും ഓരോരോ സൈഡിൽ നിന്ന് തുടങ്ങുവാണ്. അപ്പൊ കിച്ചൺ ഞാൻ പിടിക്കാന്ന് വിചാരിച്ചു. ഇവരെല്ലാവരും തുണിയായിട്ടും ഞാൻ ഓൾറൗണ്ടർ എല്ലായിടത്തെയും വാപ്പം പിടുത്തം പരിപാടികളൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ തുടങ്ങുന്നു. പിന്നെ നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ടാണ് തോന്നുന്നു ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് കറണ്ട് ബില്ല് നല്ല കുറവുണ്ട്. അതുകൊണ്ട് ഒരു 2-3 ട്രിപ്പ് വാഷിങ്ങിനൊക്കെ കയറിക്കോളും. ചക്കി ഇവിടെ നിൽക്കുവായിരുന്നോ? ജോണിക്കുട്ടിയുടെ പരിപാടി തുടങ്ങുവാണോ? ജോണിക്കുട്ടി തുടങ്ങുവാണോ? ഇഡ്ഡലിയെക്കാളിലും ഇവരുടെ ഫേവറേറ്റ് സംഭവം എന്താണ്, ദോശയാണ്. പക്ഷെ സാമ്പാറും തക്കാളി ചട്നി ഉണ്ടെങ്കിൽ ഇവർ ഇഡ്ഡലിയും കഴിക്കും. പറഞ്ഞ ഇതുപോലെ കട്ട പണിയുള്ളപ്പം നല്ല ഫീൽ ഫ്രീ ആയിട്ട് ചെവിയിൽ ഒരു ഹെഡ്സെറ്റ് വെച്ച് ഒന്നിൽ പാട്ട് കേട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ റീസെന്റ് ഉള്ള പരിപാടി എന്ന് വെച്ചാൽ അനിയത്തിനെ അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് ആയിട്ട് മിക്കവാറും അവളെ തന്നെയാണ് വിളിക്കുന്നത്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്ടംപോലെ വാന്ന് നിറച്ച് വർത്താനം പറഞ്ഞുകൊണ്ട് സകല പണിയും ചെയ്ത് തീർക്കും. നിമിഷം ആരോണ്ട് തീരുമെന്നുള്ളതാണ്. 1/2 മണിക്കൂറുണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നമ്മളങ്ങ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ പണികളെല്ലാം അങ്ങ് തീരും പെട്ടെന്ന്. പക്ഷെ കഴിഞ്ഞ ആഴ്ച മറ്റേ അവരവിടെ ചെന്നുകൊണ്ട് ഫുള്ള് തിരക്കായിരുന്നല്ലോ, അതിന് വിളിക്കാനും പറ്റില്ല. അതായത് നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യാണ്ട് എന്നിട്ട് അടുത്ത ആളുടെ പേര് പഴി ചേരുന്നത് ശരിയല്ലല്ലോ. അത് മാത്രമല്ല കാര്യം. എന്നാ സംഭവിച്ചു കഴിഞ്ഞാല് കൊച്ചു വലുതാവുന്നതനുസരിച്ച് അവൻ എപ്പോഴും എണീക്കുന്നു, അവനെ എടുക്കണം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നോണ്ടല്ലേ. കാര്യങ്ങൾ എന്തായി? ചെയ്യാറായോ? രണ്ടാകാറായോ? നാക്കിന് നല്ല നീളമല്ലോ, അത് വെച്ചാൽ പോലെ അതെനിക്ക് മനസ്സിലാക്കിയാ മതി കേട്ടോ. നാക്കിന്റെ നീളം പോലെ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടുള്ളത്. ഞാൻ ഈ ക്യാമറ പിടിച്ച് പുറകെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനും പറയാനാണ്. ജോണിക്കുട്ടിയുടെ കാര്യം എന്തായി? രണ്ടായോ? ജോണിക്കുട്ടി കിഴി കെട്ടിക്കൊണ്ട് നടക്കണോടാ? കിഴി കെട്ടിക്കൊണ്ട് നടക്കുന്ന മുടി വെട്ടാറേ. മുടി വെട്ടണ്ടേ പോകുമ്പോഴേക്കും? അത്യാവശ്യം വെട്ടാൻ വേണ്ടിട്ട് മുടി വെട്ടണ്ടോ കൊച്ചിന്റെ? ഇനിയിപ്പം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാലും അത് അത്യാവശ്യം വൃത്തിയായിട്ട് കിടന്നോളും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അധിക ദിവസങ്ങളില്ലല്ലോ അല്ലേ? അല്ല, അത് ചെയ്യണം, ഡെയിലി ചെയ്യണം. ഞാൻ പറഞ്ഞ ഇത്രയും വലിയ ഡീപ്പായിട്ടുള്ള സംഭവം ചെയ്യേണ്ട വരത്തില്ലല്ലോ. കാരണം നമ്മൾ ഇനിയിപ്പം ഞങ്ങൾ പോകുന്നു, അതുകൊണ്ട് നിങ്ങൾക്കാണേലും പിന്നെ ഈ ചായനിപ്പം മറ്റേ വെല്ലുവിള്ളാറ് കൊടുത്തില്ലല്ലേ, അപ്പം അത്രയും ബുദ്ധിമുട്ട് വരത്തില്ലല്ലോ. 2 ദിവസം എല്ലാവരും ഉള്ളപ്പോഴാണ് ഏറ്റവും കൂടുതൽ മെസ്സാവുന്നത്. കാരണം നമ്മൾ എല്ലാം ഒത്തിരി ഒരു ദിവസം 2-3 പ്രാവശ്യം. ഇതില് ഒരു കോമഡി പറയട്ടെ. അതായത് ഓൾമോസ്റ്റ് 1 വീക്കായി നമ്മള് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് അടുക്കി പറക്കിയൊക്കെ വെച്ചിട്ട്, പക്ഷെ ഓർക്കുന്നുണ്ട്, അതായത് വാഷ് ചെയ്തിട്ട് എടുത്തോണ്ട് വന്ന ഡ്രസ്സുകളെല്ലാം ഇവിടെ കുമിഞ്ഞു കിടക്കുന്നു ഇങ്ങനെ എല്ലാം. എന്നിട്ട് ഫുള്ള് ടയേർഡാണ്. ഒറ്റ മോട്ടിവേഷൻ ഇല്ലാണ്ട് ഭയങ്കരമായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അന്നേരം എന്നാ ചെയ്തതെന്നറിയോ? സകലതും വാരി എടുത്ത് ഒരു ഷീറ്റിനകത്താക്കിയിട്ട് കൊണ്ട് ഒരു മുറിയിലോട്ട് തള്ളി. എല്ലാം തള്ളി കഴിഞ്ഞിട്ട് നേരെ കൊണ്ട് ഒരു ബെഡ് എടുത്തിട്ട് വിരിച്ചു, കുറച്ച് സ്നാക്സ് കൊണ്ടുവച്ചു, നല്ലൊരു മൂവി വെച്ച് എല്ലാരും കൂടെ വന്നിരുന്നിട്ട് ഒരു മൂവി അങ്ങ് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു ഭയങ്കര ഒരു പ്രത്യേകിച്ച് ഒരു അല്ലേ, ഒന്ന് ഫ്രഷ് ആയ ഒരു ഫീൽ ആയില്ലേ? അതാണ്. പക്ഷെ ഇപ്പൊ സ്ഥിരം അങ്ങനെ ആയി പോയപ്പോ അല്ല, ഒരു മൂവി 2-3 മൂവി കണ്ടു, എന്തായാലും എൻജോയ് ചെയ്തു. അവര് ഭയങ്കര പരിപാടി ഗെയിം കളിയാണോ? അവര് ക്ലീൻ ചെയ്യുന്നതിനിടയ്ക്കുള്ള കളികളാണ്. എന്നാ നിങ്ങൾ കളിക്കുന്നേ? ഡാച്ചിയോ? അതെന്താ സംഭവം? അത് നമുക്ക് ചിലപ്പോ ഇഷ്ടമില്ലാത്ത സാധനം. അതെന്നാ? എന്റെ ഫ്രണ്ട് ഉണ്ടാക്കിയ ഒരു ഗെയിമാ. ആണോ? എന്നാ ചെയ്യണമെന്ന് വെച്ചിട്ട് ഇതുകൊണ്ട് അത് റിയൽ ലൈഫില് മനുഷ്യൻ ചെയ്യെങ്കിൽ ഒരു മനുഷ്യന്റെ ഒരു കൂടെ പോകുന്ന സാധനം അയാൾ ഗെയിമിൽ വരാണ്ട് വേണ്ടി എടുക്കും. അന്ത്യം ഒരു മനുഷ്യൻ ചോദിച്ചു കളിച്ചെങ്കിൽ അന്നെങ്കിൽ അത് ഫ്ലിപ്പ് ചെയ്യാൻ നോക്കണം. ഇതുപോലെ അങ്ങനെ ഫ്ലിപ്പ് ആവും. അത് വെച്ച് എറിയുമ്പോഴേക്കും ഫ്ലിപ്പ് ആയില്ലെങ്കിൽ വേണമെങ്കിൽ പൈസ കൊടുക്കാം, അതോ സ്ലാപ്പ് കിട്ടും മോന്തയിലോട്ട്. അതത്ര നല്ല ഗെയിം അല്ല. പക്ഷെ ഈ റിയൽ ലൈഫിൽ അത് കളിച്ചത്. പക്ഷെ കിട്ടിയെങ്കിൽ പൈസ കൊടുക്കും അയാൾക്ക്. ഇപ്പൊ പണി തീർത്തിട്ട് ഞാൻ ഒരു സ്ലാപ്പ് ആ കുണ്ടിക്ക് വെച്ചത് ഓക്കെയാണോ? ഇങ്ങോട്ടാ മമ്മ എറിഞ്ഞാൽ ശരിയാവും നോക്കട്ടെ. ഇങ്ങനെ വെച്ചിട്ട് അയ്യോ
സ്ലാപ്പ് കൊടുക്കണേ, ഞാൻ കൊടുക്കാം ഒരെണ്ണം. അല്ലേ? വേണ്ട വേണ്ട, ഒരു അവസരം നോക്കിയിരിക്കുവാ. അത് തന്നെ, ഒരെണ്ണം പൊട്ടിക്കാനാ. കണ്ടോ ഗൈസ്, എന്നെ ഇവിടെ ഇട്ട് പീഡിപ്പിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നാട് കടത്തുകയാണ്. ദിവസങ്ങൾ മാത്രം, 4-5 ദിവസം. പറയുന്നേ പപ്പ വാക്കും പിടിക്കുമ്പോ ജോൺകുട്ടിയെ ഊരുന്ന എന്തിനാ? അതെന്തിനാ ഊരിയിടുന്നേ? ഗുസ്തി പിടുത്താണോ ഇവിടെ? വാക്കും ക്ലീനിങ് ആണോ? വാക്കും ചെയ്ത് കഴിഞ്ഞിട്ട് കളിക്കാം. ഇങ്ങനെ ക്ലീനിങ്ങിനിടയിൽ നമുക്കുള്ള ചലഞ്ചസ് ആണ് ഈ കാണുന്നത്. പലരെയും നമ്മൾ ഡീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കുത്തി വെച്ചിട്ട് പോ, ഇവിടെ വാ, ഇങ്ങ് വന്നേ, കുത്തി വെച്ചിട്ട് നോക്കി, ഇങ്ങ് വന്നേ, ബേബി അവിടെ കിടന്നോളും. വാ, ഇവിടെ വാ ജോണിക്കുട്ടി, ഇങ്ങ് വന്നേ. ജോണിക്കുട്ടി, ബേബീനെ അവിടെ കിടത്ത്. കണ്ടോ, അവൻ നേരെ പോയി ബേബീനെ എടുത്ത്. കണ്ടോ, അവനെ കയ്യോടെ പൊക്കൂന്ന് കണ്ടപ്പോ. ബേബീനെ അവിടെ കിടത്തിട്ട് വന്നേ. ഇനി പണി ചെയ്യുമ്പോ, പപ്പയും മമ്മയും പണി ചെയ്യുമ്പോ ഇത് ചെയ്യല്ലേ കേട്ടോ, ഡിസ്റ്റർബ് ചെയ്യല്ലേ. അവിടെ നല്ല അപ്പുറത്തുനിന്നല്ല ഊരിയതാ. എന്തായി? ഭയങ്കര മത്തക്കണ്ണുള്ള പൂച്ചനെ വേണ്ട, കുഞ്ഞു കണ്ണു മതി. പേടിയോ മമ്മയ്ക്ക്. നേരെ വെച്ചപ്പോ അവനെ അതിനകത്ത് ബ്ലാക്ക് മൂവ് ചെയ്യുമ്പോ കണ്ണം മൂവ് ചെയ്യുന്ന പോലെ. അവൻ ആ ഗ്ലൂ കൊണ്ട് വെച്ചേരാ മാളുവിന്റെ അടുത്ത്. അവിടെ കൊണ്ടുവച്ചപ്പോ മാളും കേറി വന്നേ. ജോണിക്കുട്ടി ആണെങ്കിൽ ഇവിടെ പതുങ്ങിയിരിക്കുവായിരുന്നു. എന്തിനായിരുന്നു ജോണിക്കുട്ടി പതുങ്ങിയിരുന്നേ? മാളുവിനെ ഭൗ എന്ന് പറഞ്ഞ് പേടിക്കാൻ. ചക്കി പേടിച്ചു, ചക്കിനെ പേടിപ്പിച്ചപ്പോ. എല്ലാവർക്കും ഇഡ്ഡലി സാമ്പാറുമാണ് അവർക്ക് വെച്ചേക്കുന്നത്. നമ്മൾ തണുപ്പുള്ള സ്ഥലത്ത് ഇഡ്ഡലി അപ്പത്തിനൊക്കെ പുളിപ്പിക്കാൻ വെക്കുമ്പം ഓവൻ്റെ അകത്ത് ലൈറ്റ് ഇട്ടിട്ട് അതിലാട്ടോ നമ്മൾ വെക്കാറ്. അല്ലെങ്കിൽ ബാറ്ററിയുടെ അടുത്ത് ചൂടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും. എന്നാലാണ് നമുക്ക് നല്ലതായിട്ട് പുളിച്ചു വരുള്ളൂ. തിരിയാൻ നോക്കി നിന്നു, അപ്പോഴേക്കും കമന്നു. എന്താണ് താങ്കളുടെ പരിപാടി? എന്ത് ചെയ്യുവാണ്? ആ കൈയോടിങ്ങ് വലിച്ച് പുറത്തേക്ക് എടുക്ക്. അയ്യോടാ, മടുത്തു പോയോ ഒച്ചോടി? എന്താണ് പുറത്ത് പരിപാടി? പപ്പനെ ഹെൽപ്പ് ചെയ്യുന്നില്ലേ? അകത്തെ പരിപാടി നമ്മള് പയ്യെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ലഹത്തി എന്ന് പറഞ്ഞാ ഇലകളാ? ഇലകൾക്കാണ് ലഹത്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്നാന്ന് വെച്ചാൽ അത്യാവശ്യം ഉണക്കപ്പുല്ലും ഉണക്കക്കമ്പെല്ലാം വിജയം മടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കണു. അപ്പൊ അകത്തെ പരിപാടി തീർന്നു. മാളൂനും ചക്കിക്കും ഫുഡ് കൊടുത്തു. ഇനി ഞാൻ കൂടെ പോവാൻ പോവാ. ബേബി കരയുന്നില്ലെങ്കിൽ വരണോ? വേണ്ടാന്ന്, തന്നെ ചെയ്തോളാന്ന്. കളിക്കാനാണോ? അവള് ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, എന്ത് ചെയ്യാൻ? എനിക്ക് വേണ്ട, എനിക്ക് ജോണിക്കുട്ടി തരുവാണെങ്കിൽ മാത്രം മതി. അങ്ങനെയായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോ ലോട്ടറി. പുള്ളിയുടെ മേളത്തെ സാധനം എടുത്ത് മാറ്റിയല്ലോ. അതില് ചാടാൻ പറ്റുമോ? ഇനി വീഴൂലേ? അതേലും ചാടാൻ പറ്റുമോ ചെയ്യവന്? അപ്പൊ ഇത് പൊട്ടുവോ? നീ ഒന്ന് നോക്കിയേ, ഞാൻ നോക്കട്ടെ. കൊടുക്കുന്നതിന് ഇപ്പുറം വേണമെങ്കിൽ ചാടി കളിച്ചു വലിച്ചിരാരാ. ഓ മൈ ഗോഡ്. നമ്മൾ നാട്ടിൽ പോയി വരുമ്പോഴേക്ക് സമ്മർ കഴിയും. പിന്നെ നമുക്ക് അടുത്ത സമ്മറിൽ വാങ്ങാടാ. അപ്പോഴേക്ക് അസക്കുട്ടിനും ഉണ്ടാവും ജോണിക്കുട്ടിയുടെ അടുത്ത് കളിക്കാൻ. അപ്പോഴേക്ക് അസക്കുട്ടിനുണ്ടാവും ജോണിക്കുട്ടിയുടെ അടുത്ത് കളിക്കാൻ. അസക്കുട്ടൻ അപ്പോഴേക്കും നടക്കാൻ തുടങ്ങും. അടുത്ത സമ്മർ ആവുമ്പോഴേക്കും. യെസ്, നടക്കുമല്ലോ, അവൻ ഓടാൻ തുടങ്ങും. അല്ലേ? പിന്നെ പുറകെ ഓടണം നിങ്ങളെല്ലാവരും കൂടെ. ഇതാണ് നമ്മൾ സീസൺ അനുസരിച്ച് നമ്മുടെ ഇവിടുത്തെ പ്രത്യേകതയാട്ടോ അല്ലേ ചായ? ഫിൻലൻഡിലെ പ്രത്യേകതയാണ് സീസൺ അനുസരിച്ച് നമ്മൾ താമസിക്കുന്ന ജീവിക്കുന്ന സ്ഥലം ഏരിയ എല്ലാം ക്ലീൻ ആക്കി ഇടുക എന്നുള്ളത്. അപ്പോൾ ഗാർഡൻ വൃത്തിയാക്കി ഇടുക, പിന്നെ അതുപോലെ തന്നെ പുല്ല് വെട്ടേണ്ട സമയത്ത് പുല്ല് വെട്ടുക, മഞ്ഞ് മാറ്റുക. ഇതൊക്കെ നമ്മുടെ ആ ഒരു സൊസൈറ്റിയുടെ ക്വാളിറ്റി അതിനെ ബാധിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ആവുകയും ചെയ്യും.
ആ അവർക്കാണ് മുന്നേ രാവിലെ പുറകിലുണ്ട് ഓക്കെ. കൂടി പോകുന്ന ജോണിക്കുട്ടിക്ക് ഇന്ന് പുതിയ സ്കൂള് കാണുന്ന ദിവസമാണ്. നമ്മളപ്പോൾ അതിന് അവിടെ ചെല്ലണം. പക്ഷേ ചക്കിയുടെ ഫ്രണ്ട് വിളിച്ചിട്ട് എന്താ ചക്കി പറഞ്ഞേ? ഞാനും അല്ല ഇവപ്പൂച്ചില്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാർ ഓടിക്കാൻ പോയി കണ്ടത്. അപ്പൊ അവിടെയാണെങ്കിൽ ചക്കി സൈക്കിൾ ഓടിക്കൊണ്ട് കൂട്ടുകാരുടെ അടുത്ത് പോവാണ് അല്ലേ? അപ്പൊ ജോണിക്കുട്ടി അത് ഭയങ്കര അൺഫെയർ ആന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വറി ആയിട്ടിരിക്കുന്നു. തീരുമാനമാവോ? നമുക്ക് പോവാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. കരച്ചില് മാറി ചിരിയായല്ലോ. ക്യാമറ വരുമ്പോഴേക്കും അവന്റെ ചിരി സ്റ്റോപ്പ് ആവും. ഇപ്പൊ വാട്ടർ ബോട്ടിലും ഒരു കുഞ്ഞു സ്നാക്കും എടുത്തോണ്ട് പോകുന്നുണ്ട് അല്ലേ? എപ്പോഴാ തിരിച്ചു വരുന്നത് അറിയാവോ ചക്കി? 5 മണിക്ക് 5 മണിയാകുമ്പോഴേക്കും തിരിച്ചു വരും അല്ലേ? ഓക്കെ, അന്നെങ്കിൽ സൂക്ഷിച്ചു പോണം കേട്ടോ. അവിടെ എസ്കുട്ടിയും ചേട്ടനും വർത്താനം. ആളെന്ത് ചെയ്യും? ആള് ഫുഡ് കഴിച്ചായിരുന്നു അപ്പടിയും? എന്നാ വെപ്രാളോ? ബേബി തന്നെയല്ലേ ഉള്ളൂ? മാളുവിനെ ഏൽപ്പിച്ചോ? എടി മാളു, കൊച്ചിന്റെ അടുത്ത് പോ. ബേബീനെ കട്ടിലയിൽ പില്ലയൊക്കെ വെച്ച് കിടത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് നിച്ചാൻ എന്നാ പരിപാടി എന്ന് അറിയാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഗാർഡൻ ഒത്തിരി പരിപാടി ഇല്ല, കാരണം പുല്ല് വെട്ടണ ദിവസമാണ് ഏറ്റവും കൂടുതൽ പരിപാടി. ഓൾമോസ്റ്റ് കുറേ കരിയിലൊക്കെ ഓട്ടത്തിൽ വാരിക്കൂട്ടി കളഞ്ഞുകൊണ്ട് വിൻ്ററിന് അല്ലേ, സ്നോ വരുന്നതിന് മുന്നേ കുറേ വാരിക്കൂട്ടി കളഞ്ഞുകൊണ്ട് അത്രയും ഇല്ലല്ലോ ഇപ്പം. അതിനേക്കാളൊരു കുറച്ച് കുറവാണിപ്പം. ദൈവമേ, മാളുവിന്റെ ഷൂസ് ജോൺകുട്ടി കൊണ്ട് ഉരിച്ചേ. നീ എന്നാടാ മോനെ ഇങ്ങനെ വികൃതിയായിട്ട് വരുന്നേ? കൊണ്ടുവച്ചേ അവൻ്റെ ഒരു മീമി. ചക്കി പോവാണേ മറ്റേ ഹിങ്കയുടെ കൂട്ടത്തില്. ബൈ ബൈ. ഒരു കയ്യിൽ എന്റെ ഗ്ലൗസും ഒരു കയ്യിൽ ഇച്ചായന്റെ ഗ്ലൗസും. ഇത് തന്നെ ഇച്ചായന്റെ ഉദ്ദേശം? എന്നെ അത്ര മിസ് ചെയ്യണോ? ശരിക്കും മിസ് ചെയ്യുന്നതാണ്. ആണോ? ഓ, എനിക്ക് വേണ്ടി എന്റെ ഗ്ലൗസ് വെച്ച് എനിക്ക് വയ്യ ഒരു സ്നേഹം ഒഴുകുകയാണ് സുഹൃത്തുക്കളെ, ഒഴുകുകയാണ്. ഇതൊന്നും കാണാൻ ആരും ഇല്ലല്ലോ എന്റെ തമ്പുരാനെ. ആ പൂച്ചേനെ ഈ സൈഡിലായിരുന്നു നമ്മൾ വെക്കേണ്ടത്. അവന്മാര് വെച്ചില്ല കേട്ടോ, അവരകത്തം കണ്ടു കൊണ്ടുവച്ചു. നമ്മൾ ഓർക്കുന്നുണ്ട് ചായ കഴിഞ്ഞ ഓട്ടത്തിൽ നമ്മൾ അയ്യോ ഇതിന് മുള വന്നിച്ചായതേ. ഇതെന്നാ സംഭവം എന്നറിയോ? മറ്റേ കിർസിക്ക, അതായത് പ്ലം, ഭയങ്കര ടേസ്റ്റുള്ള പ്ലം ആണിത്. നമ്മൾ ഒരു ആപ്പിൾ വ്ളോഗ് ചെയ്തായിരുന്നല്ലോ, കുറേ വെറൈറ്റി ഉള്ള ആപ്പിൾ ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ മേടിച്ചുകൊണ്ട് ബൈ അതിൻ്റെ അകത്ത് നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന ഇതായിരുന്നു, പ്ലമ്മിൻ്റെ ചെടിയായിരുന്നു. അത് മുയലുകൂട്ടന്മാർ അത് മുഴുവനും ചുവട് അവന്മാർ തിന്ന് തീർത്തായിരുന്നു. ഇപ്പോൾ വേണ്ട അതിന് മുള പൊട്ടിയിട്ടുണ്ട്. ഇത് പക്ഷെ അവന്മാർ തിന്നുമായിരിക്കുമല്ലേ ചായ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ? നമുക്കിതിൻ്റെ ചുറ്റും എന്തെങ്കിലും വെച്ചാലോ? അൺലോക്ക് ചെയ്തിട്ട് ഡോർ ലോക്ക് ചെയ്യണ എന്ത് കാര്യത്തിനാണ്? അച്ചോ ബേബി കരയാണല്ലോ. നമ്മൾ വിന്ററിൽ വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെച്ച് വരിക അല്ലേ ചായ? അതിനിപ്പോൾ നമ്മൾ സമ്മർ ആകുമ്പോഴേക്കും വീടിൻ്റെ സൈഡിൽ നിന്ന് മാറ്റി മറ്റേ പ്ലേ ഹൗസിൻ്റെ അപ്പുറം കൊണ്ടുവയ്ക്കാൻ പോവാണ്. യെസ് യെസ്. ഇപ്പം ജോൺകുട്ടി പപ്പേനെ ഹെൽപ്പ് ചെയ്യാൻ പോവാണോ? ജോൺകുട്ടി പപ്പേനെ ഹെൽപ്പ് ചെയ്യാൻ പോവാണോ? പണ്ട് പപ്പയൊക്കെ പറമ്പിൽ പണിയുമ്പോൾ കട്ടിപ്പണി ചെയ്യുമ്പോൾ ദാഹിക്കോ വെള്ളം വേണമെന്ന് പറയാം, കഞ്ഞിവെള്ളം എടുത്തുകൊണ്ട് വരാനാണ് പറയുന്നത്. ഇതിപ്പോൾ കഞ്ഞിവെള്ളം അല്ല, നല്ല ഒന്നാന്തരം മാംഗോ ജ്യൂസ് ഉണ്ട്. വേണോ? ആണോ? കുടിച്ചോ, ഇച്ചിരി എനർജി വരട്ടെ. അയ്യോ, എങ്ങനെയുണ്ട് ചോൺകുട്ടി? ഇഷ്ടമായോ? എങ്ങനെയുണ്ട്? പച്ചവെള്ളം കുടിച്ചായിരുന്നെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ? വെള്ളത്തിന് വെള്ളം തന്നെ വേണോ അല്ലേ? ഇതിന് ഭയങ്കര ഇഷ്ടം മാങ്ങാപ്പഴവും മാംഗോ ജ്യൂസും സാധനമൊക്കെ. നമുക്കിത് കൊടുത്തു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവിടെ എന്താ പരിപാടി? കുടിച്ചേ, എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. പക്ഷെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. സൂക്ഷിച്ച്. ഫ്രഷ് മാംഗോയാണ് ഇഷ്ടം. ടാങ്ക് കലക്കിയത് മാളുവിന് ഇഷ്ടപ്പെട്ടില്ല, പൗഡറി ടേസ്റ്റാണ്. ഓട്ടത്തിൽ ഇങ്ങനെ തൂക്കിയിടുന്ന ചങ്ങല തൂക്കിയിടുന്ന വിളക്കിൻ്റെ ഒരു ചങ്ങല ഇവിടെ വേസ്റ്റ് ഇടുന്നതാണ്. അപ്പോൾ ജോണിക്കുട്ടിയോട് കളയാൻ പറഞ്ഞപ്പോൾ ജോണിക്കുട്ടി അതുകൊണ്ടൊരു ടെക്നിക്ക് കണ്ടുപിടിച്ചു. എന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ? നല്ലൊരു പണിക്കാരനാണ്, വിറക് പണിക്കാരനായി കഴിഞ്ഞു വെച്ച്. നല്ലൊരു പണിക്കാരനാണല്ലേ. ഒരു കുഞ്ഞിത് ഓക്കെ മതിയാ? ഓഹോ, അങ്ങനെ ചങ്ങലയെ കൂട്ടിക്കൊണ്ട് പോകുന്നു. എന്നിട്ട്
അങ്ങനെ ജോണിക്കുട്ടി വിറക് ഒരു ഇന്ന വിറക് അടുക്കി കഴിഞ്ഞു അല്ലേ? നമ്മുടെ മഞ്ഞിനടി കിടന്ന് നോക്കതേണ്ടേ ഇത് കണ്ടോ. ഇപ്പം ഇതിന് പൂവായി തുടങ്ങി കേട്ടോ. ആദ്യമേ ഈ പൂ വരും, പിന്നെ അതിൻ്റെ ഒരു മഞ്ഞപ്പൂവൊക്കെ ഉണ്ടായി വരും. പുല്ല് പോലെ മുളച്ച് വരുന്നത്, ഇതിൻ്റെ അകത്ത് നല്ല ഭംഗിയുള്ള മഞ്ഞപ്പൂ വരുന്നതാണ്. പക്ഷെ അത് കാണാൻ നമ്മളുണ്ടാവില്ല, നമ്മുടെ നാട്ടിലല്ലേ. തുറ്റ നിറഞ്ഞ് നമ്മൾ കണ്ട നമ്മുടെ മേപ്പിൾ ട്രീ ആയിരുന്നു. ഇതിൻ്റെ ഇലകളാണ് നമ്മൾ ദീർഘശ്വാസം വിട്ട് കഴിഞ്ഞ പ്രാവശ്യം വടിച്ചു വാരി കൂട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം ഇതിന് മുളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പയ്യെ ഇല വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ റോസയാ? ആ റാസ്ബെറി, അതിലൊക്കെ ഇല വന്നു തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോഴേക്കും റാസ്ബെറി ഉണ്ടാവും. വീഴരുത് കേട്ടോ, പോകാനുള്ള നാട്ടിൽ പോകാനുള്ള. ആ 3 കാര്യങ്ങൾ കാണിക്കണം എന്നല്ല ജോണിക്കുട്ടി, കാണിക്കണം. അമ്മേ സൂക്ഷിച്ച് ഷൂസ് ഇടാതെ ചെയ്യണം എന്നല്ലേ? കാല് ഉളുക്കുകയല്ലേ? അല്ലെങ്കിൽ ഷൂസ് ഊരിയിട്ട് ചെയ്യാം. ഇങ്ങനെ ജിംനാസ്റ്റിക് പോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പം ഷൂസ് ഊരിയിട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ആംഗിൾ ഉളുക്കും. ആ ആണിയൊന്നും ഇതേൽ ആണിയൊന്നുമില്ല. ഓ ഓക്കെ. ഓ മൈ ഗോഡ്, അതെന്നെ കാണിച്ചേ. ഈശോയെ, ഇതൊരു കുറച്ച് ഇവൻ ഇത് ചെയ്യും എന്നുള്ളൊരു ട്രസ്റ്റ് ഉള്ളതുകൊണ്ട് കേട്ടോ ഞാനിങ്ങനെ കൂളായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ സൈഡിൽ ഇങ്ങനെ എന്താ പറയുക, അതിനൊരു പ്രൊട്ടക്ഷൻ ഉള്ള ഇങ്ങനെ റൗണ്ടിലൊരു സംഭവം ഉണ്ട്. അതില്ലാത്തടത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പുറത്തേക്ക് ചാടി പോകാതിരിക്കാൻ വേണ്ടിയുള്ള സംഭവമാണത്. ഓ ഇപ്പൊ കൊറേ കാര്യങ്ങളായി, വേഗം പറ. ഓ എന്തേലും തീരുമാനമാവൂ ജോണിക്കുട്ടി? 3. ഓ മൈ ഗോഡ്. ഇപ്പൊ പഠിച്ച അപ്പൊ നമ്മള് വിടാൻ ഉദ്ദേശമില്ല, പോകാൻ സമ്മതിക്കുന്നില്ല. ഇച്ചേ അപ്പുറത്തുകാര് സോളാർ ചെയ്തു കേട്ടോ, അവരുടെ റൂഫ് ഉണ്ടോ? നമ്മുടെ അടുത്ത് ഈ ഏരിയയിലൂടെ മുഴുവൻ ഒരു ടീം വന്നായിരുന്നു സോളാർ പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. 2.5 അത് നല്ല ഡീലായിരുന്നു അല്ലേ? 2.5 മാസത്തെ മുഴുവൻ എനർജി യൂസ് ചെയ്ത് ബാക്കിയുള്ളത് വിന്ററിലോട്ട് വിടൂന്നല്ലേ പറഞ്ഞത് അവരാ? ജിംനാസ്റ്റിക്കാര് ചെയ്യുന്നത് എന്തോ പഠിച്ചെന്നാ പറഞ്ഞ. കാണട്ടെ, തലയും കുത്തി വീഴല്ല, എനിക്ക് അത്രേ ഉള്ളൂ. അപ്പൊ അത്യാവശ്യം ടെറസൊക്കെ വെള്ളം ഒഴിച്ച് പൊടിയൊക്കെ ഒന്ന് ചീറ്റിച്ച് കഴിയല്ലേ. പിന്നെന്താണ് അടുത്ത ചെയ്തേ? ഗ്രില്ലിംഗ് പ്ലേസ് റെഡിയാക്കിയോ? ഇനി ആ ട്രംപോളീനയുടെ അത് കളയാൻ വേണ്ടിട്ട് ഇരിക്കുവാണ്. തണുക്കുന്നുണ്ട് കുഞ്ഞുമാവയ്ക്ക്? ആണോ? അമ്മ എടുക്കട്ടെ? ഉടുപ്പൊക്കെ മാറ്റിയല്ലോ അല്ലേ? ഓ ഓ ഓ ഓ ഓ ഇഷ്ടപ്പെട്ടോ? ഷോക്കായി അല്ലേ? സകല പണിയും കഴിഞ്ഞ് വന്ന് പിള്ളേർക്ക് ദോശ കഴിച്ചുകൊണ്ടിരുന്നപ്പം ഇച്ചാനും കുറച്ച് ദോശയും സാമ്പാറും. ഒയ്യോ കരിഞ്ഞു. അല്ല നല്ല ക്രിസ്പി ആയതാട്ടോ, കരിഞ്ഞതാന്ന് വിചാരിക്കില്ലേ. ഇപ്പൊ ചെരിച്ച് കിടത്തിനേക്കാളിലും ആൾക്ക് ഇഷ്ടം ഇങ്ങനെ ഇരിക്കാനാണ്. വർത്താനൊക്കെ നല്ലതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ ഒപ്പം ഇവരൊക്കെ ഭയങ്കര കളിയും വർത്താനൊക്കെ ആകുമ്പോഴേക്കും അവരുടെ കൂട്ടത്തിൽ ഇവര് ചാടി എത്രയും പെട്ടെന്ന് ഇന്ന് കണ്ടാലും എന്തോ ഭയങ്കര വഴക്കുറയും. നമ്മൾ ചിലപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി അതേ ഭയങ്കര ഒച്ചലൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം ഇതുപോലെ ചട്ടുപടാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടെങ്കിലും പെട്ടെന്ന് തീർന്നു. എല്ലാവരും ടയേർഡായിട്ടുണ്ട്. എന്താണ് ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോയിലുള്ള നമ്മുടെ വിശേഷങ്ങൾ, നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. കുറെ നാള് 2 ആഴ്ച കാണാതെ ഇരുന്നപ്പോൾ സ്നേഹത്തോടെ അന്വേഷിക്കാൻ വന്നതൊക്കെ നമുക്ക് ഭയങ്കര സർപ്രൈസ് ആയി, ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു സോ മച്ച്. അല്ലേ, ഇനി ഒരു പക്ഷേ അറിയത്തില്ല, സമയം കിട്ടുവാണെങ്കിൽ ഇതിനിടയ്ക്ക് എപ്പോഴും വീഡിയോ ചെയ്യാം. ഇനിയിപ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് ചിക്ക് പോകുന്ന വഴിക്കുള്ള വീഡിയോസും പിന്നെ നമ്മൾ പോകുമ്പോൾ ഞങ്ങളുടെ അതിസാഹസികമായ അഡ്വഞ്ചർ ട്രിപ്പ് ഞാനും ബോയ്സും ജോണിക്കുട്ടി ഫുള്ള് ടേക്ക് കെയർ ചെയ്യുന്നാണ് പറയണേ. പക്ഷെ എന്താവും എനിക്കറിയത്തില്ല. ടേക്ക് കെയർ ചെയ്യുമോ ജോണിക്കുട്ടി? പക്ഷെ എല്ലാത്തിനും ഇതുപോലെ നോ പറഞ്ഞാൽ എന്നെ ചെയ്യും. എന്ത് ചെയ്യും? അവസാനം ബാഗും ജോണിക്കുട്ടിയും ബേബി എല്ലാരും ഞാൻ എടുക്കേണ്ടി വരുമോ? ഇല്ല അല്ലേ? കൊച്ചുമ്മയുടെ കൂടുതലുണ്ടല്ലോ സപ്പോർട്ടായിട്ട്. ബേബീനെ എടുക്കൂല. പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതെ, നമ്മള് നെക്ക് പില്ലോ ഒക്കെ എടുത്തിട്ടില്ലേ അല്ലേടാ? പാവം. താങ്ക് യു ഫോർ വാച്ചിങ്.